ഓക്കെ, സോ 22,999 രൂപയ്ക്ക് മോട്ടറോള കൊണ്ടുവന്ന എഡ്ജ് 50 ഫ്യൂഷന്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ഫസ്റ്റ് ചോദ്യം എന്താണെന്നറിയാം? ഈ വീഗൻ ലെതർ ബാഗ് ഉണ്ടല്ലോ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ വീഗൻ ലെതർ ബാക്കിൽ താല്പര്യമുണ്ട്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. സോ ഈ വീഗൻ ലെതർ ഫസ്റ്റ് വന്നപ്പോഴേക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന മിക്ക എല്ലാ ഫോണിലും ഈ വീഗൻ ലെതർ ആണ് വരുന്നത്. ഓക്കെ, സോ നല്ല രീതിയിൽ നല്ല മാറ്റ് ഫിനിഷ് ഉള്ള ഗ്ലാസ് ബാക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രീമിയം ഫീൽ തരുന്നത്. പക്ഷെ എന്തായാലും ഈ ഗ്ലോസി പ്ലാസ്റ്റിക്കിന്റെ ബാക്കൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ നല്ലത് ഈ വീഗൻ ലെതർ ആണ്. പക്ഷെ ഇപ്പം കോമൺ ആയി ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം വരുന്നില്ല ഈ വീഗൻ ലെതർ ഒക്കെ കാണുമ്പോൾ. എനിവേ, ഈ എഡ്ജ് 50 ഫ്യൂഷന്റെ ബാക്കിൽ നല്ലൊരു എലിഗന്റ് ആൻഡ് മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മാർഷ് മെല്ലോ ബ്ലൂ കളർ വേരിയന്റ് എന്നാണ് മോട്ടറോള പറയുന്നത്. പക്ഷെ ഭയങ്കര ലൈറ്റ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴേ നിങ്ങൾക്ക് വൈറ്റ് കളറായിട്ട് തോന്നും. ആ ഒരു ഐഫോണിന്റെ 15 ഓർമ്മ ഉണ്ടല്ലോ, ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസം. സോ അത്രയും ഇല്ലെങ്കിലും വളരെ ലൈറ്റ് ബ്ലൂ കളറാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, പ്രത്യേകിച്ച് നിങ്ങൾ കവർ ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. പിന്നെ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വീഗൻ ലെതർ മെറ്റീരിയൽ ആണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ലെഫ്റ്റ് ടോപ്പിൽ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബാഗിൽ ഇട്ടപ്പോൾ ബാഗിൽ നമ്മുടെ ഈ ചാവി ഉണ്ടല്ലോ, ചാവി ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ എൻ്റെ സജഷൻ ആയിരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ IP68 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് വെള്ളത്തെ പേടിക്കേണ്ട. അതേ സമയത്ത് ഹാപ്റ്റിക്സ് ഭയങ്കര ബോറായിട്ട് തോന്നി. അതായത് ആ ഒരു ജിങ് ജിങ് ജിങ്, ഈ ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന ജിങ് ജിങ് അറിയാലോ, ആ ഒരു വൈബ്രേഷൻ മോട്ടർ, ഹാപ്റ്റിക്സിന് വേണ്ടിയുള്ള പ്രത്യേകം ലീനിയർ എക്സാക്സ് മോട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹാപ്റ്റിക്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ആവറേജ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും ഈ ലൈറ്റ് ബ്ലൂ വേരിയന്റ് ഒഴിവാക്കിയിട്ട് ആ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് വേരിയന്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. നല്ല ക്വാളിറ്റിയുള്ള POLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഔട്ട് ഓഫ് ദ ബോക്സ് ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ കത്തി കിടക്കുകയാണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയപ്പോൾ ആ ഒരു കളർ പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് വിവിഡിൽ കിടക്കുമായിരുന്നു. സോ അതിൽ നിന്ന് മാറ്റിയിട്ട് നാച്ചുറൽ ആക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ റെഡ്, ബ്ലൂ, പച്ച കളറൊക്കെ ഇങ്ങനെ കത്തി കിടക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഈ ഡിസ്പ്ലേ ഇട്ട് നോക്കുമ്പോൾ കളേഴ്സ് ഒക്കെ അനാവശ്യമായിട്ട് കത്തി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, സോ പ്ലീസ് എൻ്റെ സജഷൻ ആയിരിക്കും സെറ്റിംഗ്സിൽ പോയിട്ട് കളർ പ്രൊഫൈൽ നാച്ചുറൽ ആക്കുക. അതിനുശേഷം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ടോപ്പ് ബെസൽസും ബോട്ടം ബെസൽസും നല്ല മിനിമം ആണ്. പിന്നെ ഇതൊരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഓൾമോസ്റ്റ് ബെസൽസ് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നാൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കർവ് ഡിസ്പ്ലേസിന്റെ ഈ സ്ക്രീൻ ഗാർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോൺസിന്റെ കർവ് ഡിസ്പ്ലേസിന് വേണ്ടിയുള്ള സ്ക്രീൻ ഗാർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം തന്നെ മോട്ടറോള ഈ ഫോണിന്റെ കൂടെ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, അതൊന്നും തന്നിട്ടില്ല. സോ എൻ്റെ സജഷൻ ആയിരിക്കും നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ക്രീൻ ഗാർഡ് കൂടെ വാങ്ങിച്ച് വെച്ചോളൂ. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്, എന്നാലും ലോങ് ടേം യൂസിന് അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഈ പ്രൈസിൽ 144 Hz റിഫ്രഷ് റേറ്റ് തരുന്ന ഏക കമ്പനി മോട്ടറോളയാണ്. ആ ഒരു 144 Hz മോട്ടറോള നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷനിലും ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ HDR വീഡിയോസിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ യൂട്യൂബിൽ 4K വീഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സ്റ്റക്കും ലാഗും ഒന്നുമില്ല, എല്ലാം സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്. എഡ്ജ് 40 നിയോ ഓർമ്മയുണ്ടോ? ഇതേ പ്രൈസിൽ മോട്ടറോള ഇറക്കിയ ഒരു ഫോണായിരുന്നു. അവിടെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരുന്നു, ഇവിടെയും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റൂല, പക്ഷെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. അതേ സമയത്ത് ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഫോർ ദ പ്രൈസ് നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കർ പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഫോർ ഷുവർ. ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഓക്കെ, ഒരു തവണ മാത്രം എന്താ ഞാൻ കാണിച്ചു തരാം. അതായത് എന്തോ സ്ക്രീൻ ഫുൾ സ്റ്റക്കായി, മിനിമൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, പിന്നെ ആ ഒരു സ്ക്രീൻ ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്തപ്പോഴാണ് എല്ലാം അൺഫ്രീസ് ആയത്. ഓക്കെ, ഫ്രീസ് എന്നൊക്കെ പറയാൻ പറ്റും. ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്തപ്പോഴാണ് സ്ക്രീൻ അൺഫ്രീസ് ആയത്. അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും HDR-ൽ 60 FPS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിലുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ സൂപ്പർ പവർഫുൾ ചിപ്സെറ്റ് അല്ല. 6 lakhന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ഈവൻ ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി അടിപൊളിയാണ്. ഞാൻ രണ്ടിന്റെയും കാണിച്ച് ടെസ്റ്റിന്റെ റിസൾട്ട് കാണിച്ചു തരാൻ, കണ്ടു നോക്കുക. ഗെയിമിംഗ് നല്ലതാണ്, BGMI പെർഫോമൻസ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈവൻ ജൈറോ പെർഫോമൻസ് നല്ലതാണ്. സോ നിങ്ങളൊരു ജൈറോ പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസീവ് ഗെയിം പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇനി ഹെവി ആക്ഷൻ ഒക്കെ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സാനോക്ക് ഒക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ FPS 50ലേക്ക് പോകുന്നുണ്ട്. 60 ആണ് അൺലോക്ഡ്, പക്ഷേ 50ലേക്ക് പോകുന്നുണ്ട്. സോ ഒരു പ്രോപ്പർ ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫോൺ വേണമെങ്കിൽ നമ്മുടെ ഈ Realme GT 60 ഉണ്ട്, പിന്നെ Poco F6, Poco F5 അതൊക്കെ നോക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ ഈ ഫോണിൽ നമുക്ക് ഈസിലി ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. നോർമൽ യൂസിൽ ഹീറ്റിംഗ് ഓവർ
റേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഈ പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു ഹീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്യും തുടങ്ങുമ്പോൾ. അതിനുശേഷം കുറച്ച് ചെയ്യുമ്പോൾ അത് കുറയും, എന്നിട്ട് ഒരു ഇളം ചൂട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അറിയാലോ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി ആ ചൂട് വരാറുണ്ട്. ആ ചൂട് എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ആയുള്ളൂ. ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ല. പിന്നെ UFS 2.2 സ്റ്റോറേജ് ഉള്ളത് ചിലർക്ക് പിടിച്ചിട്ടില്ല. ഈ പ്രൈസിൽ രണ്ടും വരാറുണ്ട്. UFS 2.2 സ്റ്റോറേജും വരാറുണ്ട്, 3.1 വരാറുണ്ട്. ഞാൻ ആക്ച്വലി സൈഡ് ബൈ സൈഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ OnePlus Nord CE4 ഉണ്ടല്ലോ, അതിൽ UFS 3.1 ആണ്. സോ ഈ രണ്ട് ഫോൺസും സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് ആപ്പ് ഓപ്പണിംഗ് ടൈം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പലതവണ ആക്ച്വലി മോട്ടോറോള ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ആപ്സ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു UFS 2.2 സ്റ്റോറേജ് മോട്ടോറോള ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും UFS 3.1 സ്റ്റോറേജ് വേണമെങ്കിൽ മോട്ടോറോള കൊടുക്കാമായിരുന്നു. എനിവേ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ആനിമേഷൻസ് ഒക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. പ്രത്യേകിച്ചും മോട്ടോറോളയുടെ ഈ പുതിയ ഹെല്ലോ യു വന്നതിന് ശേഷം ആനിമേഷൻസ് ആണെങ്കിലും ഓവറോൾ ഈ യുടെ ലുക്ക് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. UI എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് Android 14 ആണ് തന്നിരിക്കുന്നത്. മോട്ടോറോള ഈ ഫോണിൽ 3 വർഷത്തെ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്ഡേറ്റിന്റെ സിറ്റുവേഷൻ ആണ്. കാരണം ഒരു അപ്ഡേറ്റ് തരാം, 2 അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞ് ഇറക്കിയ പല ഫോൺസിലും അപ്ഡേറ്റ് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, സോ അത് തീർച്ചയായിട്ടും മോട്ടോറോള ഇംപ്രൂവ് ചെയ്യണം. ഇനി ഈ ഒരു പുതിയ ഹെല്ലോ UI വന്നതോടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതേ സമയത്ത് ഒരു ആഡ്സും ഇല്ല, ഒരു ബ്ലോട്ട്വെയറും ഇല്ല, ഒരു റെക്കമെൻഡേഷൻ ഇല്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ UI എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഗൂഗിൾ ഡയലർ വരുന്നതുകൊണ്ട് ഈ സൈലന്റ് കോൾ റെക്കോർഡിംഗ് പോസിബിൾ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ആ ഒരു അനൗൺസ്മെന്റ് ഒരു ബീപ്പ് ആയിട്ട് മാറ്റാം. പക്ഷേ ബീപ്പും അനൗൺസ്മെന്റ് ഇല്ലാത്ത റെക്കോർഡിംഗ് ഇവിടെ നടക്കില്ല. ഓക്കെ, ഇതിലുള്ള മോട്ടോ കണക്ട് എന്ന ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ നിങ്ങളുടെ സ്ക്രീനിൽ ടിവിയിലൊക്കെ മിറർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ലാഗ് ഒന്നും ഇല്ല. റെഡി ഫോർ എന്നൊരു ഫീച്ചർ ഉണ്ട്, അറിയാലോ. അതായത് നമുക്ക് ഈ ഒരു ഫോൺ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC വേണ്ടി കണക്ട് ചെയ്ത് ഈ ഫോണിലുള്ള ഇന്റർഫേസ് ഒരു ഡെസ്ക്ടോപ്പ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് കീബോർഡ് മൗസ് ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു ഫോണിന്റെ ഇന്റർഫേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോപ്പ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന്റെ ഫീച്ചർ, അതിനോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ക്യാമറ ഓപ്പൺ ആയി വരും. സോ അതൊക്കെ ഇവിടെ വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. അതുകൂടാതെ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂർ ഫോൾഡർ, ഫാമിലി സ്പേസ് പോലുള്ള ഫീച്ചേഴ്സ്, അതായത് മോട്ടോറോള ഫീച്ചേഴ്സ് എല്ലാം ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മോട്ടോറോള എന്ന ബ്രാൻഡ് അവരുടെ ക്യാമറ പെർഫോമൻസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, ആ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് വേറെ ഒരു ബ്രാൻഡും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം മോട്ടോറോള ഒരു വീക്ക്നെസ് ആയിരുന്നു ക്യാമറ പെർഫോമൻസ്. ഇപ്പം അതായത് സ്പെഷ്യലി H50 പ്രോയും ഈ H50 ഫ്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും മോട്ടോറോള ഫോൺസിന്റെ ഒരു സ്ട്രെങ്ത് ആയി മാറിയിരിക്കുകയാണ് ക്യാമറ. ഒക്കെ ഇവിടെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതായത് 50 മെഗാ പിക്സൽ സോണി ലിറ്റിയ സെൻസർ, നല്ല ഐ പ്ലീസിംഗ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള HD ഡിവിഷൻ ആണെങ്കിലും നൈസ് ആണ്. പ്ലസ് ഈ പ്രൈസിൽ ആ ഒരു പോർട്രേറ്റ് മോഡിൽ മോട്ടോറോള 24mm, 35mm, 50mm സെറ്റിംഗ്സ് ഒക്കെ തന്നിട്ടുണ്ട്. യെസ്, ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല, മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. സ്റ്റിൽ ആ ഒരു ഓപ്ഷൻ മോട്ടോറോള തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. ഈവൻ നമ്മുടെ ഫേസിന്റെ ബാക്കിൽ ലൈറ്റ് അല്ലെങ്കിൽ സ്കൈ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ പ്രൈസിൽ ഏറ്റവും നല്ല അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഒരുപക്ഷെ ഈ ഫോൺ ആയിരിക്കും തരുന്നത്. കാരണം 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആണ് കിട്ടുന്നത്. പ്ലസ് ഈ ഒരു അൾട്രാവൈഡ് ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അത്യാവശ്യം ഡീസന്റ് മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റും. സോ നൈസ് ആണ്. ഈവൻ നൈറ്റ് ഫോട്ടോസും നല്ലതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് സിറ്റുവേഷനിൽ എടുത്ത ചില പോർട്രേറ്റ് ഫോട്ടോസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും സ്റ്റേബിൾ 4K വീഡിയോസ് ആണ്. ഫേസിലുള്ള സ്കിന്നിന്റെ ടെക്സ്ചർ ആണെങ്കിലും ഓവറോൾ വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും നൈസ് ആണ്. സോ നല്ല ഒരു വീഡിയോ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഐ റിയലി ലൈക്ക് ദ ക്യാമറ പെർഫോമൻസ് ഓഫ് ദിസ് ഫോൺ. സ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. ഇതിന്റെ ബാറ്ററി തീർക്കാൻ ഞാനും ആദർശം നല്ല പാടുപെട്ട്, അതായത് വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ നമ്മുടെ ടെസ്റ്റിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ്. അതായത് യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തു, OTTയിൽ ഒരു ഫുൾ മൂവി, പിന്നെ അതിനോടൊപ്പം തന്നെ ഗെയിമിംഗ്, ഇൻസ്റ്റാഗ്രാം ഷോർട്സ്, വാട്സാപ്പ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, 9 മണിക്കൂറിന്റെ സ്ക്രീൻ ഓൺ ടൈം ആണ് കിട്ടിയത്. അതിനുശേഷവും 9% ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, പ്ലസ് രാത്രിയുള്ള ഈ ബാറ്ററി ഡ്രെയിൻ അല്ലെങ്കിൽ ഐഡൽ ഡ്രെയിൻ, സ്റ്റാൻഡ് ബൈ ഒക്കെ പറയാറുണ്ട്, സ്റ്റാൻഡ് ബൈ ഡ്രെയിൻ ഒക്കെ പറയാറുണ്ടല്ലോ, അത് വളരെ കുറവായിരുന്നു. മാക്സിമം 5% ലോസ് ആണ് സംഭവിച്ചത്. അതും 5G ഓൺ ആയിരുന്നു. സോ മോട്ടോറോള ഈ ഫോണിന്റെ ബാറ്ററി നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് വരുമ്പോൾ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയാൻ ചാൻസ് ഉണ്ട്, ഐ ഡോണ്ട് നോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ടെസ്റ്റ് കണ്ടല്ലോ, ഇതേ ടെസ്റ്റ് ആണ് ഈ
നമ്മൾ അങ്ങോട്ട് മിക്ക എല്ലാ ഫോൺസിലും ചെയ്യാൻ പോകുന്നത്, റിവ്യൂ ചെയ്യാൻ പോകുന്ന എല്ലാ ഫോൺസിലും ഇതേ ബാറ്ററി ടെസ്റ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രമാത്രം നല്ലതാണ് അല്ലെങ്കിൽ എത്രമാത്രം മോശമാണ് ബാറ്ററി പെർഫോമൻസ്. പിന്നെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ യൂസിൽ അങ്ങനെ കോൾ ഡ്രോപ്സ് അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി കുറയുക അല്ലെങ്കിൽ മോശമായ കോൾ പെർഫോമൻസ് അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, അത് നല്ലൊരു കോൾ ക്വാളിറ്റി, നല്ലൊരു നെറ്റ്വർക്ക് പെർഫോമൻസ് ആണ് കിട്ടിയത്. ആക്ച്വലി സെറ്റിംഗ്സിൽ നമ്മുടെ 5G കോളിംഗിൻ്റെ ഫീച്ചർ അവർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് സ്വിച്ച് ഓൺ ചെയ്താലും ഫോൾട്ടി കോളിംഗ് ആണ് പോകുന്നത്. അതായത് 5Gയിൽ നിന്ന് 4Gയിലേക്ക് മാറും. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫോണിൽ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, ദാറ്റ് ഈസ് നൈസ്. NFC-യും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഫോണിൻ്റെ പ്രൈസ് 22,999 രൂപയാണ്. അതിൻ്റെ മേളിൽ ഇപ്പോഴും ഓഫർ കിടപ്പുണ്ട്. അതായത് 2000 രൂപയുടെ ICICI ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. ICICI ആണ് ഏതോ ഒരു ബാങ്കിൻ്റെ, ഇപ്പം മൊത്തം അതാണല്ലോ ബാങ്ക് ഡിസ്കൗണ്ട്സ്. ആ പ്രൈസിൽ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി വെരി ഗുഡ് ഓപ്ഷൻ. നല്ലൊരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.